ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബ്രൈഡൽ വർക്കുള്ള ദിവസമാണ്. അപ്പോൾ വെളുപ്പിന് തന്നെ പോകണമായിരുന്നു. അപ്പോൾ ഇക്ക ഉള്ള സമയത്ത് ഇക്കാണ് കേട്ടോ എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ പോയപ്പോൾ കാണാം ബ്രൈഡൊന്നും അവിടെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അവരുടെ വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അങ്ങനെ അവരെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് ഞങ്ങൾ ദാണ്ടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ കാണാം നല്ല ചൂടോട് കൂടിയിട്ട് അപ്പവും പുട്ടും ഇടിയപ്പവും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ചായ മാത്രം കുടിക്കാൻ പോയ ഞങ്ങൾ ആദ്യം ചായയും അൽബൂരിയും കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പം കണ്ടപ്പോൾ ഇങ്ങനെ കൊതി വരുന്ന തരത്തിലുള്ള അപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നീട് ഒരു സെറ്റ് അപ്പവും കടലക്കറിയും വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്സൊന്നും നമുക്കിപ്പോൾ അധികം അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ. അങ്ങനെ പിന്നീട് താണ്ടെ ഞാൻ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ട് എൻ്റെ പണിയായുധങ്ങളെല്ലാം ഞാനെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ബ്രൈഡ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി താണ്ടെ നമ്മുടെ ബ്രൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഹെയർ അയണും ക്രിമ്പും ഒക്കെ ചെയ്തങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഫേസ് മേക്കപ്പും പെട്ടെന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത കാര്യം സമയവും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു പിങ്കിഷ് ഗ്ലാസ് ലുക്കായിരുന്നു കേട്ടോ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെ സുഹറ പറഞ്ഞ കണക്ക് തന്നെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സുഹറയും. പിന്നെ അതുപോലെ ഞാനും ഹാപ്പി ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് താണ്ടെ ഇക്ക എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ താണ്ടെ വീടെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങളൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. പക്ഷേ അവളുടെ ബർത്ത്ഡേ ഞങ്ങൾ നേരത്തെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറബിക് മന്തിൽ ഞങ്ങളങ്ങ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അവൾക്കൊരു ഹാപ്പിനെസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു പായസവും ചെറിയൊരു ഐസ്ക്രീം കേക്കും ഒക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു കേക്കും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ പ്രത്യേകിച്ചും ഇക്ക ഉള്ള സമയത്ത് നമ്മളിതൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതും ഒരു ഹാപ്പിനെസ് ആണ്. ഇക്ക ഉടനെ പോകാനും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ദാണ്ടെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് വണ്ടി കൊണ്ടിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അടുത്തുള്ളൊരു പുരയിടത്തിലാണ് നമ്മൾ വണ്ടി ഇടുന്നത്. അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്ന് വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ദാണ്ടെ വാപ്പായും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.